നമസ്തേ, എല്ലാവർക്കും ഹിന്ദി ശിക്ഷ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ ചട്ട്പട്ട് നട്ട്പട്ടിൻ്റെ ഫസ്റ്റ് 4 പാരഗ്രാഫ് വായിച്ചായിരുന്നു. അടുത്ത് വരുന്നത് പേജ് നമ്പർ 9 അടുത്ത പാരഗ്രാഫാണ്. ഏക് ദിൻ തോ നട്ട്പട്ടിനെ ഹദ് ഹി കർദി. ഒരിക്കൽ എന്ത് ചെയ്തു, ഒരു ദിവസം നട്ട്പട്ട് ഭയങ്കരമായിട്ട് എന്ത് ശാഠ്യം പിടിച്ചു. ദോനോ ഭായി സ്കൂൾ സെ ലൗട്ട് രഹേ തെ. രണ്ടുപേരും സ്കൂളിൽ നിന്ന് എന്ത് ചെയ്തു, തിരിച്ച് മടങ്ങിയായിരുന്നു. നദിക പുല്ലായ, ആ വരുന്ന വഴിയിൽ ഒരു പാലം ഉണ്ടായിരുന്നു, നദിയുടെ പാലം. തോ നട്ട്കട്ട് പുൽ പർ ചढ़ने ബജായ് നീച്ചെ ഉത്തർ ഗയ. ഇത്തവണ നട്ട്കട്ട് എന്ത് ചെയ്തു, പാലത്തിൽ കൂടെ നടക്കുന്നതിന് പകരം അവ അങ്ങ് താഴേക്ക് ഇറങ്ങി. ഒരു നദീ കിനാരെ ജാ പഹുഞ്ച, അങ്ങ് നദിയുടെ തീരത്തേക്ക് എത്തി. बस्ते में पहले से बनाकर रखी हुई कागज़ की 2 नावें निकाली और एक एक करके बहते पानी में छोड़ दी. അപ്പോൾ ഇവൻ വീട്ടിൽ നിന്ന് എന്ത് ചെയ്തു, പേപ്പറിൽ വള്ളം ഉണ്ടാക്കി ബാഗിൽ വെച്ചിരുന്നു. എന്നിട്ട് അവൻ എന്ത് ചെയ്തു, ആരും കാണാതെ ബാഗിൽ നിന്ന് ആ വള്ളം എടുത്ത് വെള്ളത്തിലേക്ക് അങ്ങ് ഒഴുക്കാൻ തുടങ്ങി. നാവേ ബഹു ചലി, വള്ളം ഇങ്ങനെ തുഴഞ്ഞുകൊണ്ടേയിരുന്നു. തോ നട്ട്കട്ട് ഖുഷ് ഹോക്കർ താലി ബജാനെ ലഗ. നട്ട്കട്ടാണെങ്കിൽ ഈ വള്ളം ഒഴുകി പോകുന്ന കണ്ടപ്പോൾ എന്ത് ചെയ്തു, താലി ബജാനെ ലഗ. എന്താണ് താലി? കൈ കൊട്ടാൻ തുടങ്ങി. അപ്പോൾ ഇവൻ്റെ ഈ കൈ കൊട്ടി സന്തോഷത്തോടെ കൈ കൊട്ടുന്ന ശബ്ദം കേട്ടപ്പോൾ തിരിഞ്ഞു നോക്കിയപ്പോൾ ആരാ കണ്ടത്? ചട്ട്പട്ട് ആരാ? ചേട്ടൻ അല്ലേ. ചേട്ടൻ നോക്കിയപ്പോൾ അനി എന്ത് ചെയ്യുന്നു, അങ്ങ് താഴെ നദിയിലേക്ക് ഇറങ്ങുന്നൊരു കാഴ്ചയാണ് കണ്ടത്. ഉദർ പുൽ പർ പहुंच चुके ചട്ട്പട്ടിനെ പീച്ചെ മുടുക്കർ ദേഖ. തിരിഞ്ഞൊന്ന് നോക്കി. തോ നട്ട്കട്ട് നഹി ദിഖ. ആരെ കാണാനില്ല? നട്ട്കട്ടിനെ കാണാനില്ല അല്ലേ, അയ്യനെ കാണാനില്ല. ചട്ട്പട്ട് ഖബരാഗയ. ചട്ട്പട്ടിന് ദേഷ്യം വന്നു, അവൻ പേടിച്ചു പോയി. കി നട്ട്കട്ട് കഹാ ഗയ. അയ്യോ, ഇവ എവിടെ പോയി? താലി ബജാനേക്ക് ആവാസ് സുൻകർ നീച്ചേ ദേക്ക. അപ്പോഴാണൊരു കൈ കൊട്ടുന്ന ശബ്ദം കേട്ടത്. ഈ ശബ്ദം എവിടെ നിന്നാണ് വരുന്നത് ഇങ്ങനെ നോക്കിയപ്പോഴാണ് അവനവിടെ താഴെ ഇറങ്ങിയിരിക്കുന്നു. തോ നട്ട്കട്ട് നീച്ചേ നദീ കിനാരെ ഖടാ ദിഖ. അപ്പോൾ എവിടേക്കായിരുന്നു? ആ നദിയുടെ തീരത്തേക്ക് നിൽക്കുന്നത് കണ്ടു. ചട്ട്പട്ട് കോ ഉസ് പർ ബഡാ ഗുസ്സായ. ചേട്ടന് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു. ജോർ സെ ചിലാക്കർ ബോല. നിലവിളിച്ചുകൊണ്ട് പറഞ്ഞു, ഉച്ചത്തിൽ ബഹളം ഉണ്ടാക്കിയിട്ട് പറഞ്ഞു, അരേ ചോട്ടേ എടാ കുഞ്ഞാ, തും വഹാ നീച്ചെ ക്യാ കർ രഹേ ഹോ. നീ അവിടെ എന്തെടുക്കുക? തും വഹാ നീച്ചെ ക്യാ കർ രഹേ ഹോ. തും നിങ്ങൾ അല്ലേ, നീ അവിടെ എന്തെടുക്കുകയാണ്? നട്ട്കട്ടിനെ ചൗങ്ക് കർ ഊപ്പർ ദേഖാ തോ നദീ കിനാരെ രക്കാ അപ്പനെ ബസ്ത ഉഠാനെ കെ ലിയെ ചൂക്ക. അപ്പോൾ ഇത് കേട്ടപ്പോൾ നട്ട്കട്ട് എന്ത് ചെയ്തു, ഭയന്ന് ഓടി എന്ത് ചെയ്തു, ബാഗ് എടുക്കാൻ തുടങ്ങി. അജാനക്ക് ഉസ്കാ പാവ് ഫിസല ഓർ വഹ് പാനി മേ ഗിർപട. അങ്ങനെ ചേട്ടൻ്റെ വിളി കേട്ട് അവൻ പെട്ടെന്ന് അങ്ങ് തേരിയുടെ മുകളിൽ കയറാൻ പോയപ്പോഴേക്കും അവൻ്റെ കാലെന്ത് ചെയ്തു, പാവാണ് കാല്, ഫിസൽ ഗയ, അങ്ങ് ചറക്കിപ്പോയി. ഓർ വഹ് പാനി മേ ഗിർപട. അവൻ എന്ത് ചെയ്തു, വെള്ളത്തിലേക്ക് അങ്ങ് വീണുപോയി. പാനിക്ക ബഹാവ് തേസ് ത. നല്ല ഒഴുക്കുണ്ടായിരുന്നു. അവർ നട്ട്കട്ടിക്കോ തൈർനാ നഹി ആത്താത്ത. നട്ട്കട്ടിനാണെങ്കിൽ ആ നീന്താനും അറിയില്ല. ചോട്ടാസാ ഹീ തോ ഥ. അവൻ കുഞ്ഞല്ലേ. ബഹുകയ, അവൻ അങ്ങോട്ട് ഒഴുകാൻ തുടങ്ങി. ഡൂബത്തെ ഉത്തർത്തെ ദൂർ ജാനി ലഗ. അങ്ങനെ ഒഴുകി അവൻ അങ്ങ് ദൂരേക്ക് പോയി. അപ്പോൾ എന്ത് സംഭവിച്ചാണ്, എന്ത് സംഭവിക്കും അല്ലേ? ചേട്ടനോട് ഓടി അവന് രക്ഷപ്പെടുത്താൻ പോവുകയാണ് അല്ലേ. നോക്കി എന്താ, അപ്പം ഇങ്ങനെ ഒറ്റയ്ക്ക് പോകാൻ പാടുണ്ടല്ലേ, പോകാൻ പാടില്ലല്ലേ. അപ്പോൾ ചേട്ടനോട് പറയാതെ ഒറ്റയ്ക്ക് പോയപ്പോൾ പറ്റിയൊരു അബദ്ധമാണ്. ചട്ട്പട്ട് കോ തൈർനാ ആത്താത്ത. ചേട്ടന് ഭാഗ്യത്തിന് നീന്താൻ അറിയാമായിരുന്നു. അടുത്ത പേജാണ്, പേജ് നമ്പർ 10. അതിൽ ഫസ്റ്റ് പാരഗ്രാഫ്. ഉസ്നെ ചട്ട് अपना बस्ता पीठ से उतारकर पुल की मुंडे पर रखा और नदी में कूद पड़ा. ചേട്ടൻ എന്ത് ചെയ്തു, പെട്ടെന്ന് തൻ്റെ ബാഗിനെയൊക്കെ അവിടെ താഴെ വെച്ചിട്ട് നദിയിലേക്ക് ഒരൊറ്റ ചാട്ടം. തോടി ദൂർ തൈർനേക്കെ ബാദ് ഹി ഉസ്കാ നട്ട്കട്ട് കോ പകർ ലിയ. കുറച്ച് ദൂരം പോയതിനു ശേഷമാണ് അനിയനെ പിടിക്കാൻ പറ്റിയത്. ഓർ കിനാരെ പർ ലേ ആയ. എന്നിട്ട് എന്ത് ചെയ്തു, അനിയനെ കരയിലേക്ക് കൊണ്ടുവന്നു. ചട്ട്പട്ട് കോ ഇസ്തന ഗുസ്സ ആ രഹാ താ കി നട്ട്കട്ട് കോ 2 ചാപ്പട്ട് ലഗായേ. ചേട്ടനാണെങ്കിലോ ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു. ഗുസ്സ വെച്ചാൽ ദേഷ്യം. എന്നിട്ട് എന്ത് ചെയ്തു, 2 ചാപ്പട്ട് ലഗായ. അവനെ 2 അടി വെച്ച് കൊടുത്തു അല്ലേ. സ്വാഭാവികമായിട്ടും അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. ചേട്ടൻ ദേഷ്യം വന്ന് അവന് അടി കൊടുത്തു. पर नटखट इतना डरा और घबराया हुआ कि उसे छोटे भाई पर प्यार आ गया. ഇങ്ങനെ പേടിച്ച് കിടുങ്ങിയിരിക്കുകയാണ്. അവന് ചേട്ടാ സോറി ചേട്ടാ, അറിയാതെ പറ്റിയാണ്, അമ്മയോട് പറയല് ചേട്ടാ, ഇനി ഒരിക്കലും ഞാൻ അങ്ങനെ ചെയ്യില്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കരഞ്ഞ് അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കി. ഉസ്നെ നട്ട്കട്ട് കാ ഹാത്ത് പകടെ ഉസ്കാ ബസ്സാ ഉഠായ ഓർ പുൽ തക്ക് പൗഞ്ചിനെ വാലി ചടായി ചടനെ ലഗ. അങ്ങനെ രണ്ടുപേരും കൈ പിടിച്ച് വല്ലതിനെയും മുകളിലോട്ടം കയറി.
पुल पर पहुंचा ही ताकि നട്ട്കട്ട് അചാനക് ഗല പാടുക്കർ റോനെ ലഗ. അങ്ങനെ അവർ കരയിലോട്ട് കയറിയതും പാലത്തിൻ്റെ അവിടെ എത്തിയതും നട്ട്കട്ട് എന്ത് ചെയ്തു? അചാനക് പെട്ടെന്ന് പ്രതീക്ഷിക്കാതെ ഗല പാടുക്കർ റോനെ ലഗ അങ്ങ് കീറി വിളിക്കാൻ തുടങ്ങി. ഭയങ്കരമായിട്ട് നിലവിളിച്ചു. ചട്ട്പട്ടിനെ കഹ. അപ്പം ചട്ട്പട്ട് ചോദിക്കുകയാണ്, अब तो तुम ബഹുജാനെ സെ ബച്ച് ഗയേ ഹോ, ഫിർ ക്യൂ രോ രഹി ഹോ. അബ്തോ ഇപ്പോൾ നീ ബഹുജാനെ സെ ബച്ച് ഗയേ ഹോ ഒഴുകിപ്പോകാതെ രക്ഷപ്പെട്ടല്ലോ. ഫിർ ക്യൂ രോ രഹേ ഹോ പിന്നെ നീ എന്തിനായി കരയുന്നേ? നട്ട്കട്ടിനെ രോത്തേ രോത്തേ കഹ. നട്ട്കട്ട് കരഞ്ഞ് കരഞ്ഞ് പറഞ്ഞു, അത് പിന്നെ ചേട്ടാ അങ്ങ് വീട്ടിൽ ചെന്നിട്ട് അമ്മയോട് പറയല്ലേ ചേട്ടാ, അറിയാതെ പറ്റി അകത്തോണ്ട് ചേട്ടാ എന്നും പറഞ്ഞ്. അപ്പോൾ ഇതാണ് അവൻ്റെ സംഭവം അല്ലേ. അപ്പോൾ അവൻ്റെ ഉള്ളിൽ എന്താണ്? ഇനി ചേട്ടൻ വീട്ടിൽ ചെന്ന് പറഞ്ഞ് അമ്മയുടെ അച്ഛൻ്റെ എന്നൊക്കെ അടി കിട്ടുമെന്നുള്ള പേടിയിലാണ് ഇവൻ എന്ത് ചെയ്യുന്നത്? കരയുന്നത്. തും കർ ജാക്കർ മാസേ മേരി ശിക്കായത്ത് കരോക്കി. ചേട്ടൻ എന്തായാലും വീട്ടിൽ ചെന്നിട്ട് അമ്മയോട് എൻ്റെ പരാതികളെല്ലാം പറയും. അകർ ഞാൻ കരുതോ. അപ്പോൾ അവൻ്റെ കുസൃതി നിറഞ്ഞ പുഞ്ചിരിയും കരച്ചിലും ദേഷ്യമൊക്കെ കണ്ടപ്പോൾ, സങ്കടമൊക്കെ കണ്ടപ്പോൾ ചേട്ടന് വല്ലാതെ എന്ത് ചെയ്തു? അങ്ങ് വിഷമം തോന്നി. ചേട്ടൻ എന്ത് ചെയ്യുന്നത്? കോംപ്രമൈസ് ചെയ്തിട്ടോ ചേട്ടൻ പറഞ്ഞു, കുഴപ്പമില്ല. അകർ ഞാൻ കരുതോ പറഞ്ഞില്ലെങ്കിലാ ജോ കഹോ. നട്ട്കട്ട് കാ രോന ബന്ദ് ഹോ ഗയ. പറയില്ലെന്ന് പറഞ്ഞതും നട്ട്കട്ടിൻ്റെ കരച്ചിൽ എന്ത് ചെയ്തു? ടപ്പൻ അങ്ങ് നിന്നു. മുझे കാഗസ് കി നാവ് ബനാന നഹി ആതാ. അപ്പോൾ ചേട്ടൻ പതുക്കെ അവനോട് സ്നേഹത്തോടൊക്കെ സംസാരിച്ച് അവനൊന്ന് റിലാക്സ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവന്നു. അപ്പോൾ ചേട്ടൻ പറയണേ, മുझे കാഗസ് കി നാവ് ബനാന നഹി ആതാ. മോനു, എനിക്കാണെങ്കിൽ വള്ളത്തിൽ അതിന് പേപ്പറിൽ വള്ളമൊന്നും ഉണ്ടാക്കാനൊന്നും അറിയില്ല. തും സിക്കാ ദോഗെ. നീ എനിക്ക് പഠിപ്പിച്ചു തരുമോ? ഉസ്മേക്കാ. അതിനിപ്പോൾ എന്താ ചേട്ടാ? നട്ട്കട്ട് ഖുഷ് ഹോക്കർ ബോല. നട്ട്കട്ടിന് ഭയങ്കര സന്തോഷമായി. ചേട്ടൻ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു തരുമോ എന്ന് ചോദിക്കും. അപ്പോൾ ചേട്ടൻ അവനെ അംഗീകരിച്ചെന്നൊരു തോന്നലാണ് അവനോട് ഉണ്ടായത്. പർ മുझे തൈർനാ നഹി ആതാ. അപ്പോൾ ഈ അനിയനുടനെ നൈസ പറയണ്, ചേട്ടാ എനിക്കാണെങ്കിൽ ഒന്നും നീന്താനൊന്നും അറിയില്ല. തും സിക്കാ ദോഗെ. ചേട്ടൻ എനിക്ക് പഠിപ്പിച്ചു തരുമോ? ഉസ്മേക്കാ. അതിനെന്താ, പഠിപ്പിച്ചു തരാമല്ലോ. അപ്പോൾ അവൻ എന്ത് ചെയ്തു? ഈ ഒരു ചാൻസിൽ അതും കൂടെ അങ്ങ് ഒപ്പിച്ചേട്ടാ. അപ്പോൾ രണ്ടുപേരും സ്നേഹവും കുസൃതിയൊക്കെ കണ്ടാലോ, കൊള്ളാം അല്ലേ. ലേക്കിൻ ചട്ട്പട്ട് ने नटखट का बस से उसे पकड़कर पुल की मुंडेर पर से अपना बसा उठाया तो एकदम ചിന്തിത് ഹോക്കർ പോലെ. അങ്ങനെ അവർ രണ്ടുപേരും കരയൊക്കെ കയറി മുകളിലോട്ടെത്തിയപ്പോഴേക്കും ഭയങ്കര ചിന്ത. എന്താണ് അടുത്ത ചിന്ത? എന്തായിരിക്കും സ്വാഭാവികമായിട്ടുള്ള ചിന്ത? ഇവർ എന്ത് ചെയ്തു? ഫുള്ള് നനഞ്ഞിരിക്കുകയാണ് അല്ലേ. ഇപ്പോൾ ഫുള്ള് നനഞ്ഞിരിക്കണം. അപ്പോൾ അതായിരുന്നു അവരുടെ ചിന്ത. അരേ ചോട്ടെ ഹം ദോനോ കെ കപ്പടേ ഭീഗ് ഗയേ. ഇടാ, നമ്മൾ രണ്ടുപേരും ഡ്രസ്സ് നനഞ്ഞല്ലോ. ഹമേ ഭീഗേ കപ്പടോ മേ ദേക്ക് മാ പൂച്ചേങ്കി തോ ക്യാ കഹേങ്കേ. മാ പൂച്ചേങ്കി. അമ്മ ചോദിച്ചാൽ ക്യാ കഹേങ്കേ എന്ത് പറയും? ബെഡേ അബ് നട്ട്കട്ടിനെ ഏക്ക് പൽ സോച്ച ഓർ ബോല. ഉടനെ ചേട്ടൻ ശരി തന്നെയല്ലോ. അയ്യോ, രണ്ടുപേരും ഉടുപ്പ് നന്നായിട്ട് നനഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ എന്ത് ചെയ്യും? നോക്കട്ടെ എന്നും പറഞ്ഞ് അവരൊരു ഐഡിയ കിട്ടി. അപ്പം നട്ട്കട്ട് ചിന്തിക്കുകയാണ്, ഓ ദൗഡ് ലഗാത്തേ ഹേ. നമുക്ക് ഓടാം. കപ്പടെ അപ്പനെ ആപ് സൂക്ക് ജായകെ. ഡ്രസ്സ് സ്വയം അങ്ങ് ഉണങ്ങിക്കോളും. യഹ് ടീക്ക് ഹേ. കൊള്ളാം. ചട്ട്പട്ടിനെ അപ്പന ബസ പീട്ട് പർ ടാങ്തേ ഹുയേ കഹ. അങ്ങനെ രണ്ടുപേരും തൻ്റെ ബാഗൊക്കെ തോളിലോട്ട് വെച്ചിട്ട് പറയാണ്, നട്ട്കട്ടിനെ ഫി അപ്പന ബസ പീട്ട് പർ ടാങ്ക് ലിയ और चटपट के बराबर खड़े होकर दौड़ शुरू करने के അന്താസാമ്യം പോലെ. രണ്ടുപേരും കൂടെ ഓടാന്നുള്ള രീതിയിൽ പറയണം. നമുക്കൊരു കാര്യം ചെയ്യാം. ഉടുപ്പിനെ ഇങ്ങനെ ഊരി ബട്ടൺസൊക്കെ ഊരിയിട്ട് നമുക്ക് രണ്ടുപേർക്കും കൂടെ എന്ത് ചെയ്യാം? ഓടാന്ന് പറഞ്ഞു. അപ്പോൾ ഓടുമ്പോൾ നല്ല വെയിലില്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ടും കാറ്റ് കൊണ്ട് ഉടുപ്പ് അങ്ങ് ഉണങ്ങും. ദോ ഏക് ദോ തീൻ ദോനോ ദൗഡ് പടേ. അപ്പോൾ രണ്ടുപേരും കൈ പിടിച്ചിട്ട് പറയണേ, 1 2 3 എന്നും പറഞ്ഞ് ഇറുക്കി കൈയും പിടിച്ചുകൊണ്ട് ഒരുമിച്ച് അങ്ങ് ഓടി. ആകെ പീച്ചേ നഹി. നമ്മളിന്ന് പുറകിലും മുമ്പിലോട്ടല്ല ഓടുന്നത്. ഏക്ക് ദൂസരേക്കാ ഹാത്ത് പക്കടെ സാത്ത്. നമുക്ക് രണ്ടുപേർക്കൊന്ന് ഒരുമിച്ച് കൈ പിടിച്ച് ഓടാം. അതാണ് ആ പിക്ചറിൽ കാണുന്ന പടം. പിക്ചറിൽ കാണുന്നത് രണ്ടുപേരും കൈ പിടിച്ച് ഓടണുണ്ടോ? അതാണ് ആ പിക്ചറിൽ കാണിക്കുന്നത്. അങ്ങനെ ചേട്ടൻ അനിയൻ നല്ല സുഹൃത്തുക്കളായി അവർ കൈ പിടിച്ച് അങ്ങ് ഓടുകയാണ്. സർദി അബ് ശുരു നഹി ഹുയി തീ മൗസം സാഫ് താ. ഇപ്പോൾ തണുപ്പൊക്കെ മാറി നല്ല ക്ലൈമറ്റാണ്. ചട്കീലി ധൂപ് നിക്കലി ഹുയി തീ. ദോനോ ഭായ് മസേ മേ ദൗഡ്തേ ചലേ ഗേ. രണ്ടുപേരും വളരെ സന്തോഷത്തോടെ ഓടി. നാലാ പാർക്കിയ. ഒരു പോണ വഴിക്ക് എന്തൊക്കെ കണ്ടു? നാലെന്താണ്? തോട് കണ്ടു അല്ലേ. തോടുണ്ടെന്ന് പറഞ്ഞു. പിന്നെ എന്ത് കണ്ടു? ബാഗ് പാർക്കിയ, തോട്ടം കണ്ടു. ഖേത്ത് പാർക്കിയ, വയൽ കണ്ടു. പിന്നെന്താണ്? ബർഗദ് കോഹി പീച്ചെ ചോട് ദിയ.
അരയാൽ വൃക്ഷവും കണ്ട് അതിനെയും ബാക്കിലോട്ടായി. ലേക്കിൻ പോക്കർ തക്ക് പहुंचते दोनों थके और रुके. അപ്പോൾ അവിടെ നിന്ന് ഓടിയ ഓട്ടം അവർ കുളത്തിൻ്റെ അവിടെ എത്തിയപ്പോഴേക്കും തളർന്നുപോയി. എന്നിട്ട് എന്ത് ചെയ്തു? അവിടെ ജസ്റ്റ് ഒന്ന് നിന്നു. കപ്പടെ സൂക്കി, അവരുടെ ഡ്രസ്സൊക്കെ അങ്ങ് ഉണങ്ങി. ചോട്ടെ ചട്പട്ടിനെ ഹാമ്പത്തേ ഹുയെ, അവരിങ്ങനെ കിതച്ചുകൊണ്ട് അയ്യോ വല്ല വിധനെയും നമ്മൾ രക്ഷപ്പെട്ടു. ഓ ചേട്ടൻ്റെ ഐഡിയ ഇല്ലാന്നെങ്കിൽ ഇന്ന് നമുക്ക് വീട്ടിൽ നിന്ന് കിട്ടുമായിരുന്നു. लेकिन खुश होते हुए कहा हाँ बेटे वाकई कपड़े तो सूख गई. നട്ട്കട്ടിനെ ഫി ഖുഷി ഹോക്കർ കഹാ, ശരി തന്നെയല്ലേ, നല്ല രസമുണ്ടായിരുന്നു ഇന്നത്തെ രസം. നമ്മൾ ഓടി ഓടി ഡ്രസ്സ് ഉണങ്ങി ഇന്നത്തെ കാര്യങ്ങളെല്ലാം ഓർക്കുമ്പോൾ തന്നെ സന്തോഷം. അപ്പോൾ അവരുടെ ആ ഒരു സൗഹൃദവും സന്തോഷമാണ് ഇത്തരയിൽ ഇന്നത്തെ പാരാഗ്രഫിൽ പഠിച്ചത്. അപ്പോൾ എല്ലാവർക്കും അത്രയും മനസ്സിലായല്ലോ. അപ്പോൾ ഇതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസറൊക്കെ അടങ്ങുന്ന അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ എല്ലാവർക്കും നമസ്തേ.